നിങ്ങൾ ആരാണെന്ന് മനസ്സിലായില്ല. ഞാനോ? അഭയ്. ഇപ്പോൾ നിങ്ങൾ അഭയ് ആരാണെന്ന് ചോദിക്കും അല്ലേ? വെയിറ്റ്, എവിടെ അത്? CID വായിക്കാൻ അറിയാലോ? ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ്. അഭയ് ഇൻവെസ്റ്റിഗേഷന് വേണ്ടി ഈ വീട്ടിലേക്ക് വന്നതാ. CID ഓഫീസർക്ക് ഈ വീട്ടിലെന്താ കാര്യം? കാര്യമുള്ളതുകൊണ്ടല്ലേ ഇങ്ങോട്ടേക്ക് വന്നത്. അതെ, അതെന്തിനാണ്? കഴിഞ്ഞ 4 ഇൻസിഡൻസ് തൊട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞാൽ മതി എന്നാണോ, അതോ ആദ്യം തൊട്ടുള്ളത് അറിയണോ? ഓക്കെ, എന്നാ ആദ്യം തൊട്ട് തുടങ്ങാം. ഇൻസിഡന്റ് നമ്പർ 1. ഈ വീട്ടിലെ മകൻ ത്രിവിക്രം ആദ്യം മിസ്സിംഗ് ആവുന്നു, പിന്നീട് അവന്റെ മരണം സംഭവിക്കുന്നു. ഇൻസിഡന്റ് നമ്പർ 2. ഈ വീട്ടിലെ മുതലാളിയെ ദിഗ്വിജയ് കാണാതാവുന്നു. ഇൻസിഡന്റ് നമ്പർ 3. ഈ വീട്ടിലെ മരുമകൾ ശിവാനിയുടെ മരണം. ശിവാനി മരിച്ചു എന്നെല്ലാവരും വിശ്വസിച്ചിരിക്കുമ്പോൾ അവൾ ജീവനോടെ തിരിച്ചു വരുന്നു. എങ്ങനെ? ഓക്കെ. ഇൻസിഡന്റ് നമ്പർ 4. ഈ വീട്ടിലെ കുട്ടി വീണയെ കാണാതാവുന്നു. പിന്നീട് അവൾ പ്രണയിച്ചിരുന്ന പയ്യൻ അജിത്, അവനെയും കാണാതാവുന്നു. ഇൻസിഡന്റ് നമ്പർ 5. 2 ദിവസം മുൻപ് ഈ വീട്ടിലെ മകൻ തൃശൂൽ, അവനെയും കാണാതാവുന്നു. ഇത് ഈ വീട്ടിലെ കാര്യമാണ്. എല്ലാ വീട്ടിൽ നിന്നും പോകുന്ന ആളുകളൊക്കെ തിരിച്ചു വരാറുണ്ട്. ഇത് എല്ലാ വീട്ടിലും സാധാരണ നടക്കുന്ന കാര്യങ്ങളല്ല. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത് എല്ലാം അസാധാരണമാണ്. പക്ഷെ ഞങ്ങൾ ഈ വിഷയം പറഞ്ഞ് എവിടെയും കംപ്ലൈന്റ് കൊടുത്തിട്ടില്ലല്ലോ. ഒരു കേസുമില്ല. കേസ്? ഈ വിഷയത്തിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. ഈ വീട്ടിലെ മുതലാളി ദിഗ്വിജയനെ കാണാനില്ലെന്ന് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഫയലായി കഴിഞ്ഞു. അതിനെപ്പറ്റി അന്വേഷണവും നടത്തിയിരുന്നു. ചില നിഗൂഢതകളും പിന്നെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരവും കിട്ടാത്തതുകൊണ്ട് ഈ കേസ് CID ഡിപ്പാർട്ട്മെന്റിലേക്ക് വന്നു. ചോദ്യം ചെയ്യാൻ ഇങ്ങോട്ടേക്ക് വന്നപ്പോഴാണ് ഈ വീട്ടിലെ മകൻ തൃശൂലിനെയും കാണാനില്ലെന്ന് ഞാൻ കേട്ടത്. തായേ, എന്താണ് ഈ സംഭവിക്കുന്നത്? ആരുടെ പൂജയായിരുന്നു അത്? ദിഗ്വിജയന്റെ മകൻ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ കാണാതായിരിക്കുന്നു. ഏത് ശക്തിയാണ് അവനുമേൽ മന്ത്രപ്രയോഗം നടത്തിയത്? എന്റെ അറിവനുസരിച്ച് മനസ്സിലായത് അവനുമേൽ നടന്നിരിക്കുന്നത് സാത്വിക പ്രയോഗമാണ്. എന്നുവെച്ചാൽ അവന്റെ സമ്മതത്തോടെയാണോ ഇത് നടന്നത്? അല്ലെങ്കിൽ പിന്നെ ആരുടെയെങ്കിലും ജാലവിദ്യയ്ക്ക് അടിമപ്പെട്ട് കാണുമോ? പറയൂ തായേ, പറഞ്ഞു തരൂ. അഘോര കാർക്കോടക അമാവാസി അടുത്തു വരികയാണ്. ഇത്തരം സംഭവങ്ങൾ നടക്കുന്നതിൽ നിന്ന് സൂക്ഷ്മതയോടെ ഞാൻ ഇരിക്കണമെന്ന സൂചന തരികയാണ്. ദിഗ്വിജയന്റെ മകനെ കണ്ടെത്തിയാൽ എന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കുമെന്ന് എനിക്ക് സൂചന തരികയാണോ തായേ? ആദ്യം ദിഗ്വിജയന്റെ മകൻ എവിടെയെന്ന് കണ്ടെത്തണം. അവനുമേൽ മന്ത്രപ്രയോഗം നടത്തിയതാരെന്ന് കണ്ടെത്തണം. അവന്റെ ഉദ്ദേശം കണ്ടെത്തണം. എങ്കിലേ ഉത്തരങ്ങൾ ലഭിക്കൂ. ഈ വീട്ടിലെ നിഗൂഢതകൾ ഒന്നിനു പിറകെ ഒന്നായി കൂടിക്കൂടി വരികയാണ്. അതുമാത്രമല്ല, ഓരോരുത്തരെയായി കാണാതാവുന്നു. ഇതിനെ പറ്റിയല്ല ഒന്ന് അന്വേഷിക്കേണ്ടേ മിസ്റ്റർ ധനഞ്ജയ്? ഓ, മിസ്റ്റർ ദി ധനഞ്ജയ്? വെറും ധനഞ്ജയ്. നോക്കൂ മിസ്റ്റർ വെറും ധനഞ്ജയ്. ധനഞ്ജയ്. നോക്കൂ മിസ്റ്റർ ധനഞ്ജയ്, ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത് ഇത് അന്വേഷിക്കാൻ വേണ്ടിയാണ്. ഈ വിചിത്രമായ കാര്യങ്ങൾക്കൊക്കെ എന്താ കാരണം? അതിനു പിന്നിൽ ആരാണുള്ളത്?
എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതെല്ലാം എനിക്ക് കണ്ടുപിടിച്ചേ മതിയാവും. ഓക്കെ, അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് മിസ്റ്റർ അഭയ്. അത് തെറ്റല്ല. അതേപ്പറ്റി നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവ് നൽകാം. ഇനിയിപ്പോ സ്റ്റേഷനിലേക്ക് വരണമെന്നാണെങ്കിൽ അവിടെ വന്നു വേണേലും പറയാം. നോ പ്രോബ്ലം. നിങ്ങളെ സ്റ്റേഷനിലേക്ക് വിളിച്ച് ചോദ്യം ചെയ്യാൻ ഇതൊരു നോർമൽ കേസല്ല മിസ്റ്റർ ധനഞ്ജയ്. ഇത് വളരെ സെൻസിറ്റീവായ കേസാണ്. ഈ വീട്ടിലെ ഓരോരുത്തരുടെയും മുഖങ്ങൾക്ക് പിന്നിൽ എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. സോ ഞാൻ ഇൻവെസ്റ്റിഗേഷൻ നടത്താനാണ് ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് അത് കഴിയുന്നത് വരെ ഞാൻ ഇവിടുന്ന് പോവില്ല. അത് പൂർത്തിയാകുന്നത് വരെ ഇതാണ് എന്റെ വീട്. ആൻഡ് യാ, വൺ മോർ തിങ്, വെരി ഇമ്പോർട്ടന്റ്. ഇനി മുതൽ ആരെങ്കിലും ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ആരെങ്കിലും അകത്തേക്ക് വരുന്നുണ്ടെങ്കിലോ എന്റെ പെർമിഷൻ വാങ്ങണം. സിറ്റുവേഷൻ എന്തു തന്നെ ആവട്ടെ, അത് ആദ്യം ഞാൻ അറിയണം. വലിയ ഡ്രാമയൊന്നും കളിക്കാതെ നേരിട്ടല്ല എന്റെ അടുത്ത് വന്ന് പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാം, റിസ്ക് കുറവായിരിക്കും. സോ ഇതെല്ലാരും മനസ്സിൽ കുറിച്ചു വെച്ചോ. ഞാൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ഓക്കെ? ആ ശരി, അങ്ങനെയാണെങ്കിൽ എല്ലാരും പൊക്കോ. ഞാൻ സ്ട്രിക്റ്റ് ആണെന്ന് പറഞ്ഞല്ലോ. ഹലോ. ഇവിടെ എല്ലാം ഒന്ന് ശരിയായി, എല്ലാ പ്രശ്നങ്ങളും ക്ലിയറായി കഴിഞ്ഞിട്ട് അഘോര കാർക്കോടക അമാവാസിക്ക് മുൻപേ എന്റെ രൂപം തിരികെ നേടാമെന്ന് കരുതിയപ്പോ ഇപ്പൊ വേറൊരുത്തും വന്നു കയറിയിരിക്കുന്നു. ആരാണവൻ? അവൻ എന്താണ് സംസാരിച്ചത്? അയാളൊരു CID ഓഫീസർ. CID ഓഫീസർ എന്നുവെച്ചാ ഈ കൊല, കൊള്ള, പിടിച്ചുപറി ഇതുപോലെയുള്ള ക്രൈമൊക്കെ ചെയ്തിട്ട് ഓടി രക്ഷപ്പെടാറില്ലേ, അങ്ങനെയുള്ള ഒരു തന്ത്രപൂർവ്വം പിടിക്കുന്ന അധികാരിയാണ്. അപ്പൊ പിന്നെ ഇവൻ ഇങ്ങോട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണ് ദിഗ്വിജയ? ഈ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട്. എന്തു പ്രശ്നം? അവൻ ഏതോ ഒരുത്തൻ എന്തോ പറഞ്ഞെന്ന് കരുതി നിങ്ങൾ എല്ലാവരും എന്തിനിങ്ങനെ പേടിക്കുന്നത്? തിരിച്ച് സംസാരിച്ചോട്ടെ നിങ്ങൾക്ക്. അതും പോരാഞ്ഞിട്ട് ഈ വീട്ടിൽ വലിഞ്ഞു കയറി താമസിക്കാൻ എന്തിനു അവകാശം കൊടുത്തത്? കൃഷ്ണേ, നിനക്കിതൊന്നും മനസ്സിലാവില്ല. അവനൊരു സർക്കാർ ജീവനക്കാരനാണ്. ഇപ്പൊ നമ്മൾ അവനെതിരെ സംസാരിച്ച അത് തെറ്റായി മാറും. അതായത് ഒരു ക്രൈമിന് തുല്യം. മാത്രമല്ല, ചിലപ്പോ ജയിലിലും പോണ്ടി വരും. ജയിലെന്ന് വെച്ചാ കാരാഗ്രഹം. ഞങ്ങളുടെ ശക്തി കൊണ്ട് ഞങ്ങൾക്കൊരു കാരാഗ്രഹത്തിലും കിടക്കേണ്ടി വരില്ല. നിങ്ങളുടെ ശക്തി എന്താണെന്ന് എനിക്കറിയാം. പക്ഷേങ്കിൽ അത് പ്രയോഗിക്കേണ്ട യഥാർത്ഥ സ്ഥലം അതല്ല. ആദ്യം അവൻ വന്നതിന്റെ ഉദ്ദേശം കണ്ടുപിടിക്കണം. ഒരുപക്ഷെ ഇവിടെ വന്നവൻ കുറച്ച് കാശ് കൊടുത്താൽ നമുക്ക് അനുകൂലമായി സംസാരിക്കുന്നവരാണെങ്കിൽ പിന്നെ നമ്മുടെ ജോലി കുറച്ച് എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. എന്തായാലും അവൻ ആരാ എന്താണെന്നൊക്കെ ആദ്യം മനസ്സിലാക്കാം. എന്ത് തന്നെ ആയാലും അവൻ അപകടകാരി എന്ന് തന്നെയല്ലേ നീ പറയുന്നത് ദിഗ്വിജയ? അതെ ദാക്ഷായണി, നമ്മൾ അവനോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കാതെ അവൻ അപകടകാരിയാണോ അല്ലയോ എന്ന് എങ്ങനെ നമുക്ക് ജഡ്ജ് ചെയ്യാൻ പറ്റും? എന്തു വേണമെങ്കിലും ചെയ് എന്ന് കരുതി നമ്മുടെ കാര്യങ്ങൾക്ക് അവൻ തടസ്സമായി വരികയാണെങ്കിൽ ആദ്യം അവനെ തീർക്കുക എന്നത് മാത്രമാ എന്റെ ജോലി. ദൈവിക ശക്തിയെ പോലും എതിർത്ത് മുന്നോട്ട് പോകുന്ന നമുക്ക് കേവലം അവൻ എന്താകാനാണ്?
കൃഷ്ണേ, ഇങ്ങനത്തെ സംസാരമൊന്നും വേണ്ട. ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ഞാൻ അവനോടൊന്ന് സംസാരിക്കട്ടെ, എന്നിട്ട് ആലോചിക്കാം അതിനെപ്പറ്റി. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഹാ, കണ്ടിട്ടുണ്ടല്ലോ. അതെ, എവിടെ വെച്ചായിരുന്നു അത്? അത് മാഡം, നമ്മൾ ഇതിനു മുൻപ് അമ്പലത്തിൽ വെച്ച് കണ്ടിട്ടുണ്ടല്ലോ. അല്ല, അതിനു മുന്നേ എനിക്ക് നിന്നെ പരിചയമുള്ള പോലെയാ എനിക്ക് തോന്നുന്നത്. പക്ഷെ എത്ര ആലോചിച്ചിട്ടും നിങ്ങൾ ആരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്നെ അറിയാവോ? ഹേ, ഇല്ല മാഡം. ഞാൻ അന്നാണ് ആദ്യമായിട്ട് നിങ്ങളെ കാണുന്നത്. പക്ഷെ നിങ്ങളെ കാണുമ്പോ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആരോ ഒരാളെ പോലെ തോന്നാ. അതെന്താ അങ്ങനെയെന്ന എന്റെ സംശയം. എന്തോ ഒരു അസ്വസ്ഥത പോലെ എന്ത്? എന്റെ മനസ്സിന്. എനിക്കങ്ങനെയൊന്നും തോന്നുന്നില്ലല്ലോ. അല്ല, നിങ്ങള് ഈ വീട്ടിലേക്ക് വന്നത് എന്തോ കേസും ഇൻവെസ്റ്റിഗേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടല്ലേ വന്നത്? അതിനാണെന്നുള്ള കാര്യം അവിടെ അമ്പലത്തിൽ വെച്ച് കണ്ടപ്പോ എന്താ പറയാഞ്ഞേ? അതെല്ലാം പാർട്ട് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ, അത്ര തന്നെ. എനിക്ക് നിങ്ങളെ കാണുമ്പോഴൊക്കെ വളരെ വേണ്ടപ്പെട്ട ആരുമായിട്ട് തോന്നുക. നീ നിന്റെ രൂപത്തിന്റെ രഹസ്യം പുറത്തുവിട്ട് കഴിഞ്ഞാൽ നിന്റെ ജനനത്തിന്റെ രഹസ്യം പുറത്തു വരില്ല. എന്താണ് വീണ്ടും വീണ്ടും അത് തന്നെ പറയുന്നു? എന്റെ ഇൻവെസ്റ്റിഗേഷൻ വഴി തിരിച്ചുവിടാനുള്ള പ്ലാനാ? ഞാൻ ആര് പറഞ്ഞാലും അങ്ങനെ കേൾക്കില്ല. ഇതിനു പിന്നിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ കൈകളുണ്ടെന്ന് ഞാൻ അറിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ ആക്ഷൻ എടുക്കേണ്ടി വരും. നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. പക്ഷെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ. എന്ത്? എത്രയും പെട്ടെന്ന് എന്റെ തൃശ്ശൂർ എവിടെയാണെന്നുള്ളത് കണ്ടുപിടിച്ച് തരാമോ? അവനില്ലാതെ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. കണ്ടുപിടിച്ച് തരുമോ എനിക്ക്? കണ്ടുപിടിക്കാം. ഞാനിവിടെ വന്നതിന്റെ ഉദ്ദേശം തന്നെ അത് കണ്ടുപിടിക്കാനാണല്ലോ. എനിക്ക് മുന്നേ എന്തായിരുന്നു, ഇതിന്റെ അവസാനം എന്താണ്, എല്ലാം കണ്ടുപിടിക്കണം. ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, എത്രയും പെട്ടെന്ന് എന്റെ തൃശ്ശൂരിലെ ഒന്ന് കണ്ടുപിടിച്ച് തരണം എനിക്ക്. അവന് വേണ്ടി ഞാനും എന്റെ വയറ്റിലുള്ള കുഞ്ഞും ഞങ്ങൾ രണ്ടുപേരും കാത്തിരിക്കാം. ഓഫീസർ, നിങ്ങൾക്ക് വെള്ളമാണോ അതോ സോഡയാണോ ഒഴിക്കണ്ടേ? സോറി, എനിക്കിതൊന്നും താല്പര്യമില്ല. ഗുഡ്. ഈ കാലത്ത് ഇതുപോലത്തെ ആളുകൾ വളരെ കുറവാണ്. നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിലും കമ്പനി തരുന്നതിൽ കുഴപ്പമില്ലല്ലോ. ഷുവർ. ഓഫീസർ, ചില പാർട്ടികളിലൊക്കെ ഈ ഡ്രിങ്ക്സ് കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കുമ്പോ നിങ്ങൾ എന്താ ചെയ്യാ? വെരി സിമ്പിൾ.
ഗ്ലാസ്സിൽ ആപ്പിൾ ജ്യൂസ് ഒഴിച്ചിട്ട് അതിന്റെ മുകളിൽ 4 ഐസ് ക്യൂബ് ഇടും. പാർട്ടിയിൽ മുഴുവൻ ഓടി നടക്കും. എല്ലാരും അതിനെ വിസ്കി എന്ന് കരുതും. നിങ്ങൾ ബുദ്ധിമാനാണല്ലോ. ബൈ ദ ബൈ, നിങ്ങൾ ശരിക്കും ഈ വീട്ടിലേക്ക് വന്നതിന്റെ ഉദ്ദേശം എന്താണ്? പറഞ്ഞായിരുന്നല്ലോ, ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയാണെന്ന്. ഓക്കെ, നിങ്ങൾ ഈ വീട്ടിൽ താമസിച്ചുകൊണ്ട് തന്നെ ഇൻവെസ്റ്റിഗേഷൻ നടത്തണമെന്നാണോ? വീടിന്റെ അകത്തിരുന്ന് ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ ഇവിടുന്ന് ഒരുത്തനും അങ്ങനെ രക്ഷപ്പെടാൻ പറ്റില്ലല്ലോ. അതെനിക്ക് നല്ല കോൺഫിഡൻസാ. നടന്നതിനെല്ലാം ലിങ്ക് ഉണ്ട് മിസ്റ്റർ ധനഞ്ജയ്. നിങ്ങളുടെ ചേട്ടൻ ദിഗ്വിജയ്, അയാൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ആരും ജീവനോടെ ഇല്ല, റൈറ്റ്? പാവങ്ങൾ. എല്ലാവരുടെയും മരണവും നിഗൂഢമായിരുന്നു. അതെ, അത് ഈ നിങ്ങൾക്കതിനെ പറ്റി അറിയാൻ സാധ്യതയില്ല. കാരണം നിങ്ങൾ ധനഞ്ജയ് അല്ലേ? പാവം അവര്. നിങ്ങളുടെ ചേട്ടന്റെ ഫ്രണ്ട്സൊക്കെ ക്രൂരമായ മരിച്ചത്. അതിൽ തന്നെ വിചിത്രമായ ഒരു കാര്യം അറിയോ? അവരുടെ എല്ലാവരുടെയും മരണത്തിന്റെ കാരണം പാമ്പിന്റെ വിഷം. ഞാൻ വന്നിരിക്കുന്നത് അതുകൂടെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. പാമ്പിനും മരിച്ചവർക്കും ഈ വീടിനും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടല്ലോ മിസ്റ്റർ ധനഞ്ജയ്. ഹേ, ഹലോ. ഇതെന്താ, ഡ്രൈ ആയിട്ട് അടിക്കുവാണോ? വെള്ളമോ സോഡയോ മിക്സ് ചെയ്തിട്ട് അടിക്കൂ, ഇല്ലെങ്കിൽ ലിവർ. എന്താ നിങ്ങൾ ടെൻഷനിലായതുപോലെ? അത് പിന്നെ പെട്ടെന്ന് പാമ്പെന്ന് പറഞ്ഞില്ലേ, അത് കാരണം. ഓ, നിങ്ങക്ക് പാമ്പിനെ പേടിയാണോ? പാമ്പിനെ ആർക്കാ പേടിയില്ലാത്തത്? ഈ പാമ്പ് അതായിട്ട് ആർക്കും ശല്യം ചെയ്യില്ല അത്രേ. എന്നാൽ അതിനെ ശല്യം ചെയ്താ അതാരെയും അങ്ങനെ വെറുതെ വിടില്ല. ഇതിൽ നിങ്ങളുടെ അഭിപ്രായം എന്താ ധനഞ്ജയ്? ഇല്ല, അതിനെപ്പറ്റി എനിക്കൊന്നും പറയാൻ അറിയില്ല. എനിക്കും അറിയില്ല, ഇപ്പോഴൊന്നും അറിയില്ല. എന്നാ വരുന്ന ദിവസങ്ങളിലെല്ലാം അറിയാം. എല്ലാത്തിനും ഉത്തരം കിട്ടും. എല്ലാ പ്രശ്നങ്ങളുടെയും ഉത്തരം പുറത്തു വരും. ഗുഡ് നൈറ്റ് മിസ്റ്റർ ധനഞ്ജയ്. ആൻഡിയ, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. സൂക്ഷിച്ചോ. ബൈ ബൈ. ഇവൻ സാധാരണക്കാരനല്ല. ഇവൻ സംസാരിക്കുന്നതൊക്കെ കണ്ടിട്ട് എല്ലാം കണ്ടുപിടിക്കുമെന്ന് തന്നെയാണ് തോന്നുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവനെ പറഞ്ഞു വിട്ടേ മതിയാകൂ. വിഷമിക്കരുത് കേട്ടോ. അച്ഛൻ എത്രയും വേഗം വരും, പെട്ടെന്ന് വരും. എവിടെയുള്ളത് തൃശ്ശൂൽ? നീ നിനക്ക് വേണ്ടി ഞാനും നമ്മുടെ കുഞ്ഞും കാത്തിരിക്കുക. ഞങ്ങളെ മറന്നുപോയോ നീ? പെട്ടെന്ന് വരാന്ന് പറഞ്ഞു പോയിട്ട് ഒരു ഫോൺ പോലും ചെയ്തില്ലല്ലോ. ആ സ്വാമിജി അന്ന് നമ്മൾ ഒരുമിച്ച് നിന്ന് പോരാടിയാൽ മാത്രമേ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാവൂ, അല്ലെങ്കിൽ മരണമാണ് ഫലമെന്ന് പറഞ്ഞതാ. അതറിഞ്ഞിട്ട് നീ എന്നെ ഇങ്ങനെ തനിച്ചാക്കി പോയില്ലേ? എങ്ങോട്ടേക്കാ പോയെന്ന് പോലും ഒന്ന് പറഞ്ഞില്ല. എന്നെ ഒരുമിച്ച് കൊണ്ടുപോയിരുന്നില്ലേ നിനക്ക്? നിനക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞങ്ങള് ജീവനോടെ ഉണ്ടാവില്ല തൃശ്ശൂൽ, അതുറപ്പാ. എവിടെയോ കഴിഞ്ഞിരുന്ന എന്നെ ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ജീവിതം തന്നു, സ്നേഹം തന്നു, എല്ലാം തന്നിട്ട് ഇപ്പൊ എന്നെ തനിച്ചാക്കിയിട്ട് പോയല്ലോ നീ. നീ എന്റെ അടുത്ത് വരാൻ ശ്രമിച്ചപ്പോഴൊക്കെ ഞാൻ നിന്നെ ദൂരേക്ക് തള്ളി മാറ്റി. മുറിയുടെ ഒരു മൂലയിലേക്ക് നിന്നെ മാറ്റി. നിന്റെ കട്ടലിൽ ഞാൻ സുഖമായിട്ട് കിടന്നുറങ്ങി. എന്തൊക്കെ തെറ്റാ ഞാൻ ചെയ്തത്? ഇല്ല, എന്റെ തെറ്റിന് പരിഹാരമായിട്ട് ഇനി ഞാൻ നിലത്ത് കിടന്നുറങ്ങാൻ പോവാ.
മഹാദേവ, എന്റെ തൃശ്ശൂരിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുതേ. ഇനി എന്തെങ്കിലും കഷ്ടതകൾ ഉണ്ടെങ്കിൽ തന്നെ അതെനിക്ക് തന്നേക്കും.